മണ്ണാർശാലയിലെ നാഗദൈവങ്ങളുടെ കഥ അറിയാമോ? സന്താനമില്ലാത്ത വാസുദേവ ശ്രീദേവി എന്ന ബ്രാഹ്മണ ദമ്പതികൾ ഒരു കുട്ടിക്കുവേണ്ടി നിശ്ചയദാർഢ്യത്തോടെ ആരാധിച്ചു പോന്നിരുന്നു. ആ സമയത്താണ് നാഗരാജാവിന്റെ വാസസ്ഥലത്തിന് ചുറ്റുമുള്ള വനത്തിൽ അപ്രതീക്ഷിതമായി തീപിടുത്തമുണ്ടായത്. കാട് കത്തി നശിച്ചു. തീജ്വാലയിൽ സർപ്പങ്ങൾ വല്ലാതെ പൊള്ളലേറ്റ്. ദമ്പതിമാരായ വാസുദേവനും ശ്രീദേവിയും മുറിവേറ്റ സർപ്പങ്ങളെ പരിചരിച്ച് ഭേദമാക്കി. അവരുടെ സ്നേഹത്തിലും പരിചരണത്തിലും വളരെ സന്തുഷ്ടനായി. ദമ്പതികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട നാഗരാജാവ് താൻ അവരുടെ പുത്രനായി ജനിക്കും എന്ന് പറഞ്ഞു. ശ്രീദേവി ഗർഭിണിയായി 5 തലയുള്ള ഒരു സർപ്പശിശുവിന് ജന്മം നൽകി. കൂടാതെ ഒരു മനുഷ്യക്കുഞ്ഞിനും ജന്മം നൽകി. 2 മക്കളും ഒരുമിച്ചാണ് വളർന്നത്. കാലക്രമേണ നാഗരാജൻ തന്റെ ഇളയ സഹോദരനോട് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയും അവൻ അനുസരിക്കുകയും ചെയ്തു. തന്റെ അവതാരത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ നാഗരാജാവ് താൻ ഈ വീട്ടിൽ എന്നും നിലവറയിൽ വസിക്കുമെന്ന് അമ്മയെ അറിയിച്ചു. തുടർന്ന് നിലവറയിലെത്തി പൂജാവിധി അർപ്പിക്കാനുള്ള ചില ആചാരങ്ങളും നിയമങ്ങളും നിർദ്ദേശിച്ച ശേഷം അദ്ദേഹം അപ്രത്യക്ഷനായി.